ഓ ഓ വെയിറ്റ് അതെന്തോ സംഭവം. ടാറ്റാ ബൈ. നമുക്ക് ബായ് ഒക്കെ തന്നേട്ടാ. സോ നമ്മൾ മരണമാണോ അതോ നമ്മുടെ ഐശ്വര്യമാണോ ഈ കാണുന്നത് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ മരണമല്ല എന്ന് പ്രതീക്ഷിച്ച് ഞാനിത് കയറുകയാണ്. ഞാൻ ഇതിനകത്ത് കയറിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡോറ് തപ്പാം. ഇതിന് ഡോറില്ല കേട്ടോ. ഇതിന് ഡോറില്ലേ? ഇതിന് ഡോറില്ല. ഡോറുണ്ട്. ഓ ഇത് കൊള്ളാല്ലേ. പക്ഷേ ഇതിനകത്തുള്ളവന്മാരെ കൊള്ളൂല. എടാ എനിക്ക് ചാവാ പേരടാ. എൻ്റെ ഒന്നുമില്ലടാ. അയ്യോ എൻ്റെ ഒന്നുമില്ല ഗൈസ്, ഞാൻ ചാവും. എന്താ ഇങ്ങനെയൊക്കെ ഉണ്ടോ? ശവക്കല്ലറാണ് ഇത് വല്ലോ. ഞാൻ എന്തിനാണ് ഇങ്ങനെ തപ്പിപ്പിടിച്ച് ഇങ്ങോട്ടൊക്കെ തന്നെ വരുന്നത്? ക്രീപ്പർ ഓടാ. പൊട്ടരുത്. നീ പൊട്ടാൻ പാടില്ല. അത് അവിടെ നിങ്ങൾ നോക്കി സോംബിയുടെ ഒരു സദ്യ നടക്കുന്നു. ആരാ? എന്താ? എനിക്കറിഞ്ഞൂടാ. ഞാനല്ല. ആരാ എവിടെ ഉള്ളത്? പക്ഷെ ആരെല്ലാം വരട്ടപ്പാ. അവിടെ എന്തോ ഉണ്ട് കേട്ടോ. അവിടെ ഞാൻ സാധനം ഉണ്ട് കേട്ടോ. പിന്നെ അകത്ത് ആരെല്ലാം ഉണ്ടോന്ന് എനിക്കറിയാം. പുറകില്ല വൃത്തിയുടെ തന്നെ ഇവിടെ കൊന്നട എന്നെ. 3 മണിക്ക് ഞാൻ ചത്ത. നന്നായി ഇത്ര സാധനമൊക്കെ വെച്ചോണ്ടിരുന്നു. വേറെ നീ ഇങ്ങോട്ട് വളർത്തരണേ പാട്ടി വന്നു. വടാ എന്നേക്കാൾ കുറച്ചോളം കൂടുതലുണ്ടാ ഞാൻ. മുടിഞ്ഞു ഓടാ നീയൊക്കെ. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇപ്പോൾ ഗെയിമർ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആണ്. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് മൈൻക്രാഫ്റ്റിന്റെ സർവൈവൽ സീരീസുമായിട്ടാണ്. നമ്മളങ്ങനെ കുറച്ച് നാളത്തെ കാലത്തിന് ശേഷമാണ് നമ്മൾ സർവൈവൽ സീരീസ് നമ്മൾ തിരിച്ചെത്തുന്നത്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ചുമ്മാ ഇരിക്കുക. നമുക്ക് ഇന്ന് കുറച്ച് എക്സ്പ്ലോറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ വീഡിയോ ആണെന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു സർവൈവൽ സീരീസ് നമ്മളൊരു സെറ്റപ്പായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊരു വില്ലേജ് റെസ്ക്യൂ ഫാം. ഈസി സാധനം. ഞാൻ ആദ്യം വിചാരിച്ച് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തു വന്നപ്പം എനിക്ക് എളുപ്പമായിട്ട് തോന്നി. നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. നിങ്ങളുടെ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ ദിവസം വീഡിയോ നോക്കി വെച്ചാൽ മതി. അപ്പോൾ എന്താ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ നമുക്ക് ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ എങ്ങോട്ടാന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ ചുമ്മാ ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. നമ്മുടെ പഴയ വില്ലേജിൽ ഒന്ന് പോകണം. ഇവിടുത്തെ വില്ലേജസിനെയൊക്കെ തൂക്കി പിടിച്ചാണ് നമ്മൾ അന്ന് ഇങ്ങോട്ടേക്ക് ഇട്ടത്. അപ്പോൾ നമുക്ക് അവിടെ വരെ പോയി നോക്കണം. താഴത്തോട്ട് ഇറങ്ങിയിട്ട് നൈറ്റ് മാറിയിട്ട് നമ്മൾ കുറച്ചധികം ദൂരം പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ഇവിടെ ആരും ഉണ്ടാകത്തില്ല. നമുക്കൊരു ബെഡ് എടുക്കാം. ഇവിടെ നമ്മുടെ പഴയ ബെഡ് കിടക്കേണ്ടതാണ് ഇവിടെയൊക്കെ. നമുക്ക് വെൽക്കം ഇങ്ങനെ തുടങ്ങട്ടെ. ഓക്കെ, ഇനി നമുക്ക് എങ്ങോട്ട് പോകണം നോക്കട്ടെ. നമുക്കിത് ഇങ്ങോട്ട് പോകണോ? ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോയിട്ടില്ല. നമുക്ക് എന്തായാലും ഇങ്ങോട്ടേക്ക് പോയി നോക്കാം. നമ്മൾ ഈ ഒരു ഏരിയ പോയിട്ടേ ഇല്ല. കുറച്ചധികം നമുക്ക് പോവാം. എന്തായാലും നമുക്കൊരു 1500 വരെയൊക്കെ ഒന്ന് പോയി നോക്കാം എന്തെങ്കിലും കിട്ടുമെന്ന്. മറ്റേ -1500 നമ്മൾ +1000 പോയിട്ടാണ് നമുക്ക് ബാമ്പ് കിട്ടിയത്. ഈ വഴിക്ക് എങ്ങാണ്ട് പോകും. ഈ വഴിക്കല്ല, മറ്റേ ഈ ഓപ്പോസിറ്റ് വഴി പോയപ്പോഴാണ് നമുക്ക് ബാമ്പ് കിട്ടിയത്. അപ്പോൾ ഇങ്ങോട്ട് പോയി നോക്കാം. ഒരു -1500 വല്ലതും പോയി നോക്കാം. ബോട്ടൊന്നും കയ്യിലില്ല. അല്ല, ബോട്ടുണ്ട് ആക്ച്വലി എൻ്റെ കയ്യിൽ. ബാമ്പൂടെ റാഫ്റ്റ് ഉണ്ട്. ഇത് കൊള്ളാം കേട്ടോ. ബാമ്പൂൻ്റെ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഇച്ചിരി എളുപ്പം പരിപാടിയാണ് അത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനമാണ് ബാമ്പൂൻ്റെ. അയ്യോ, പക്ഷെ തിരിയുമ്പോൾ പെണ്ണ് തിരിഞ്ഞും പോകുന്നുണ്ട്. പിന്നെ കയ്യിൽ എടുത്തുകൊണ്ട് നടക്കാൻ എളുപ്പമാണ്. ഒറ്റയടിക്കല്ലേ ഉള്ളൂ. ബാബ ഓക്കെ, നമുക്കിനി അങ്ങോട്ട് പോകാം. എന്തൊരു വഴിയൊക്കെ ഇത്. സോ ഗയ്സ്, നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോണത് കുറച്ചധികം തടി ഒരുമിച്ച് വെച്ചിട്ടേ എന്തെങ്കിലും പരിപാടി ചെയ്യാൻ പറ്റും നോക്കാം. ഒന്നേ ബാ 2. വെയിറ്റ്. റൂയിൻഡ് ബോട്ടൽ. നമ്മൾ വീണ്ടും റൂയിൻഡ് ബോട്ടൽ കണ്ടുപിടിച്ചിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഡയമണ്ടിന്റെ പിക്കാക്സ് നമ്മൾ എടുത്ത് വെച്ചിരിക്കും. നേരത്തെ നമ്മളെടുത്ത് വെച്ചായിരുന്നേ, അറിയാലോ. നമ്മൾ ശരി ഇതാണ്. ഓക്കെ, ഗോൾഡ് നഗറ്റ് 2 എണ്ണം.
ഹെൽമെറ്റ്, അൺബ്രേക്കിംഗ് 1 ഹെൽമെറ്റും, റെസ്പിറേഷൻ 2 ഹെൽമെറ്റും, അൺബ്രേക്കിംഗ് 1 ലെഗിൻസ്, എഫിഷ്യൻസി 2 ഗോൾഡൻ ഹോയ്ക്കൊക്കെ, ഷാർപ്നെസ് 4 അത് കൊള്ളാം, അതൊക്കെ നല്ല. ഫ്ലിന്റ് 5 ലോഡ് ഷോട്ട് അത് നല്ല കാര്യമാണ്. അയൺ നഗറ്റ് കുറച്ച്. ഈ ലോഡ് ഷോൺ എന്തിനാന്ന് ചോദിച്ചാൽ, ലോഡ് ഷോൺ നമുക്ക് പോർട്ടിൽ അങ്ങോട്ട് പോകുമ്പം നമുക്ക് കുറച്ച് അവിടെ റീസ്പോൺ സെറ്റ് ചെയ്യാൻ പറ്റില്ല, ബെഡ് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ലോഡ് ഷോൺ ഉള്ളത്. കയറിയായിരുന്നു അത്, അതേ താഴെ കിടക്കുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ പരിപാടിയൊക്കെ പോവാം. അല്ലെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നില്ലേ, ഐ മീൻ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഈ എൻ്റെ ഹീറോ ഓഫ് ദ വില്ലേജറിൻ്റെ ആണ്. നമ്മൾ മറ്റേ ഞാൻ ആ വില്ലേജർ എക്സ്പി ഫാം ഉണ്ടാക്കിയപ്പം എനിക്ക് കിട്ടിയൊരു പദവിയാണ് ഹീറോ ഓഫ് ദ വില്ലേജർ എന്നും പറഞ്ഞ്. നമുക്ക് ഐസ് ബയോമിൽ എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. എനിക്ക് അറിഞ്ഞുകൂടാ ഐസ് ബയോമിൻ്റെ പരിപാടിയൊക്കെ. അല്ല അങ്ങനെയല്ല, ഇവിടുത്തെ ഐസ് ബയോമിൽ മറ്റേ സാമാനങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അവന്മാരുടെ ഇതങ്ങനെ അയ്യോ ഇത് പിന്നെ റൈറ്റ് ബട്ടൺ ചത്ത കേട്ടാ. ഓക്കെ ലെറ്റ്സ് ഗോ. അയ്യോ വേണ്ട 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 വേണ്ട. എനിക്ക് ഇവന്മാരുടെ അടിയും കൂടെ മേടിക്കണമെങ്കിൽ മേല. അമ്മേ പ്ലീസ് പ്ലീസ്, ഞാൻ പൊക്കോളാം അവനെ പൊക്കോളാം, പ്ലീസ് 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 പ്ലീസ്. എന്റെ അമ്മച്ചി ഉള്ള. അയ്യോ ഇങ്ങോട്ട് പോണു. ഞാനിപ്പോ എവിടെയാ? നമുക്ക് ഐസ് ബയമ തൊടാണ്ട് പോവാം. അവിടെ മാത്രം ഒരു സാധനം ഇതുള്ളൂ അല്ലേ? അപ്പൊ അവിടെയൊക്കെ ചങ്കില ഓടാത്തേ കാര്യക്കണ്ട. നമ്മളിപ്പം മൈനസിലേക്ക് തന്നെയാണ് പോണത്. ഇത് കൊള്ളാം അല്ലേ? ഇത് കൊള്ളാം. സോ നമ്മളിപ്പോ -300 പ്ലസ് 392 അതുകൊണ്ടാണ് നമ്മള് നല്ല എങ്ങോട്ടൊന്നും ഇല്ലാണ്ട് തുഴയുവാണ്. തുഴഞ്ഞ് നമ്മൾ പോവുകയാണ്. ഞാൻ 32 ഡിസ്റ്റൻസ് ഇട്ടത്, എന്നിട്ടൊന്നും കാണുന്നൊന്നുമില്ല ഇവിടെ എങ്ങും. ഞാൻ ഇത് എങ്ങോട്ട് പോണം ശരിക്കും പറഞ്ഞു? ഇവിടെ വെള്ളമാണല്ലോ. ചിലപ്പോ മറ്റേ ഓഷ്യൻ വല്ലതും കിട്ടുമായിരിക്കും. എവിടെ പോവും ഞാൻ ഇനി? ഇവിടെ കെൽപ്പ് മാത്രം മുടി കിടക്കണം. ഓ ഫൈന്, ഞാനൊരു കര കണ്ടു ഗൈസ്. നമ്മൾ കുറച്ച് നീന്തി പോയെങ്കിലും നമ്മൾ കര കണ്ടു. അപ്പോൾ എങ്ങോട്ടാന്ന് വെച്ചാൽ എനിക്കും കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ല. നമുക്ക് ആ കരയിൽ കയറാം ആദ്യം, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും സ്ഥലം ഉണ്ടോ. അപ്പം ഇതിപ്പോൾ ഞാൻ എന്തോരം വന്നോന്ന് ചോദിച്ചാൽ കുറച്ച് നമ്മൾ വന്നോളൂ അല്ലേ? കര എടുക്കട്ടെ. യെസ് കര പോട്ടെ. ഓക്കെ, നമ്മളെ കരയിലെത്തിരിക്കുകയാണ്. നമുക്ക് ഇറങ്ങാം. പോട്ടെ. ഓ എന്തൊരു സ്ഥലം ഇത്, കൊള്ളാല്ലേ? കാണാൻ നല്ല രസമുണ്ട്. ഓ കുതിരകൾ. നമ്മുടെ ഒരു കുതിര ഉണ്ടായിരുന്നു, അതെന്ത് ചെയ്യും? അതൊക്കെ എവിടെയാണോ എന്തോ? നമ്മുടെ കുതിരയൊക്കെ എവിടെ? ഞാൻ എന്നെ കണ്ടിട്ട് തന്നെ കാലങ്ങളായി. ഞാൻ ഗെയിം ഓപ്പൺ ചെയ്ത കാലങ്ങളായിരുന്നു. ഇപ്പോഴാണ് ഈ അടുത്താണ് ഞാൻ അതിനിടയ്ക്ക് ഇങ്ങനെ ഇരുത്തല്ലേ. ഒന്ന് എഴുന്നേക്കണേ മാഡം. ഓക്കെ, നമ്മളിനി ചെയ്യാൻ പോകണം. നമുക്കിനിയിപ്പോൾ ഇങ്ങോട്ട് തന്നെ പോവാണ്. നമ്മൾ എങ്ങോട്ടൊന്നും ഇല്ലാണ്ട് നമ്മൾ പോവുകയാണ്. നമുക്കിനി പോകേണ്ടത് കുഴിയില്ല. നമുക്ക് ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം. നമ്മൾ ആ വഴി പോയിട്ടൊന്നും കാണുമെന്ന് തോന്നുന്നില്ല. ഈ നേരെയുള്ള സ്ഥലത്തേക്ക് പോയി നോക്കാം നമുക്ക്. ഓക്കെ. അയ്യോ കുഴി പോയില്ല. ഇങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കാം. ഓ അവിടെ വില്ലേജ് ആണോ അത്? കുറച്ച് പശുവിനെ കാണുന്നു. നമ്മൾ ബെഡ് എടുത്തില്ലല്ലോ. പക്ഷെ ബെഡിനുള്ള സാധനം ഉണ്ട്, കുഴപ്പമില്ല. ഒരെണ്ണത്തിനെ കൂടെ കൊന്നാൽ മതി. സോ ഗൈസ്, നിങ്ങൾ ഈ ഷെയ്ഡർ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തോടെ പോയി കാണുക. നമ്മളൊരു 10 ഇതിൻ്റെ അല്ല
നമ്മളൊരു 8 ഷെയ്ഡേഴ്സിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു പോയി കാണുക. ഓ ഓ വെയിറ്റ്, അതെന്തോ സംഭവം? എന്തോ ഐറ്റം? ഒരു മിനിറ്റ് ഇന്ന് രാവിലെ ആക്കിയാലോ? പക്ഷെ രാവിലെ ആക്കാനുള്ള ഇതില്ല, ബെഡില്ല അമ്മേ. നമ്മുടെ കയ്യിൽ ബെഡില്ല. രാത്രിയായി എനിക്ക് അങ്ങോട്ട് പോകാൻ ഒരു താല്പര്യവുമില്ല. അയ്യോ, നമുക്ക് തിരിച്ചു പോണം. നമ്മളൊന്ന് തിരിച്ചു പോയിട്ടേ നമുക്കൊരു ആടിനെ കൂടെ കൊന്നിട്ട് വരാം. എനിക്ക് എങ്ങോട്ടേക്ക് രാത്രി ഇപ്പൊ പോകാൻ ധൈര്യമില്ല. കാരണം കയ്യിലുള്ള ഡയമണ്ട് സാധനങ്ങളാ. നമ്മൾ അവിടെ പോയി വെറുതെ ചാവണ്ടല്ലോ. വേണ്ട, പുറകെ വരണ്ട, ഒരാവശ്യമില്ല. മാങ്ങാത്തൊലി. ഇവിടെ എല്ലാം പിള്ളേരാടാ, ആൾക്കാരാടാ. ആ കാണുന്ന ഒരെണ്ണത്തിനെ വെട്ടണമെങ്കിൽ ഞാൻ 10 പേരെ കടന്നു പോണം. ഓക്കെ, കുഴപ്പമില്ല. ഇവിടെ എന്തുവാ ക്രീപ്പറിന്റെ ഒക്കെ മേളം. നല്ല കൊച്ചി, ഇങ്ങോട്ടൊക്കെ നല്ലതാ. ഒന്നില്ല ഞാൻ പോണം. ടാറ്റാ, ബായ്. നമുക്ക് ബായൊക്കെ തന്നേട്ടാ. ഇനിയിപ്പോ ഇവന്മാർ ആരും സ്പോൺ ആത്ത സ്ഥലത്ത് പോയിട്ട് നമുക്ക് പോയി ഒരു ബെഡ് ഉണ്ടാക്കാം. തൽക്കാലം ഇവിടെ അങ്ങോട്ട് ഇറങ്ങാം. എന്നിട്ടൊരു ആദ്യം ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് നമുക്കൊരു ബെഡ് അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം. ബെഡ്. എന്റെ വേറെയും കുറെ ഐറ്റംസ് ഉണ്ടല്ലോ, അതെന്ത് ചെയ്യും? ഓക്കെ, നമുക്ക് രാവിലെ ആയിട്ട് നോക്കാം എന്താണെന്ന് വെച്ചാൽ. സോ അതിന് മുമ്പ് എനിക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റൂലേ? ആ ചെസ്റ്റും കൂടെ ഒന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കാം. ഡോട്ട് സ്റ്റോൺ പിക്കാക്സ് 2 എണ്ണയില്ല, എനിക്ക് 1 മതി. എനിക്ക് കയ്യിലുള്ള എല്ലാം ഒന്ന് ഇതിനകത്ത് ആക്കിയിട്ട് നമുക്ക് ബാക്കിയാം. ഓക്കെ, പിക്കാക്സ്, ആക്സ്, ഇത് ഷാർപ്നർ 5 സോഡ് ഉണ്ട്. പിന്നെ ഒരു ഇത് വേണം, ഷീൽഡ് ഉണ്ട്. ഫുഡ് വേണം. പിന്നെ വേണ്ട ഒന്നും ഇല്ലല്ലോ, ഇത്ര മതിയോ? പിന്നെ ഫുഡ് കയ്യിലുണ്ട്. ഒരു നോർമൽ ആക്സ് ഇരിക്കട്ടെ, നല്ല ഒരെണ്ണം. ഷീൽഡ് എടുത്തു. അതെ, ഇത്രയും മതിയാവും. ഓക്കെ, ഇതൊക്കെ മതി. നമുക്ക് നേരം അങ്ങോട്ട് പോവാം. ഇതുങ്ങളെയൊക്കെ ഒന്ന് മാറ്റാൻ പറ്റുന്ന കൊള്ളാൻ. ഇതുങ്ങളും കൂടെ വന്ന് ചാവണ്ടല്ല. പക്ഷെ ഇതുങ്ങൾ എനിക്കൊന്ന് ഹെൽത്ത് എന്തോ നമുക്ക് സാധനം നമുക്കിങ്ങനെ ചുമ്മാ ഇട്ടോണ്ടിരിക്കും. ഡയമണ്ട് എല്ലാം കൊടുത്ത് കൈ വയ്ക്കണം ഇവന്മാരുടെയൊക്കെ. കാരണം ഇവന്മാരുടെ ഈ സാധനങ്ങളെ കൂടുമ്പം ഇവന്മാരെ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഈ സാധനം ഇങ്ങനെ ഡബിൾ ചെയ്തുകൊണ്ടിരിക്കും. അതിന് കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലായത്. സോ നമ്മൾ മരണമാണോ അതോ നമ്മുടെ ഐശ്വര്യമാണോ ഈ കാണുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ മരണമല്ല എന്ന് പ്രതീക്ഷിച്ച് ഞാനിത് കയറുകയാണ്. ഞാനിതിനകത്ത് കയറിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. നമുക്കൊന്ന് ആദ്യം ചുറ്റും ഒന്ന് നോക്കിയിട്ട് പയ്യെ കയറാം. ഓക്കെ, ഇതിനടുത്തെത്തി. ഇത്രയും എണ്ണ ഇതിനിടയിൽ കിടന്നിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് ഓടിപ്പോയി കൊടുത്തത്. കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ പരിപാടിക്ക് പോവാം. നമുക്കേ ഓക്കെ, ഇതാണ് ഇതിന്റെ സ്ഥലം. പട്ടി, തെണ്ടി, ചെറ്റ. വേറെ ഫുഡൊന്നും ഇല്ല കയ്യില്. എനിക്കറിയാം, ഞാൻ ചാവാനുള്ളവനാ, കൺഫേം. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിന്റെ ഡോറ് തപ്പാം. ഇതിന് ഡോറില്ല കേട്ടാ. ഇതിന് ഡോറില്ലേ? ഇതിന് ഡോറില്ല. ഉണ്ട്, ഡോറുണ്ട്. ഇത് കൊള്ളാല്ലേ? പക്ഷേ ഇതിനകത്തുള്ളവന്മാരെ കൊള്ളൂല. എടാ, എനിക്ക് ചാവാ പേരടാ. എൻ്റെ ഒന്നുമില്ലടാ. അയ്യോ, എൻ്റെ ഒന്നുമില്ല ഗൈസ്, ഞാൻ ചാവും. എന്റെ ടോർച്ച് ടോർച്ചിയുടെ മോളുണ്ടല്ലോ, അതിന് വേറെ. ഓക്കെ, എന്താ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി? ശവക്കല്ലറാണ് ഇത് വല്ലോ? ശവക്കല്ലറ എന്തോ ആണ് കേട്ടോ ഇങ്ങനത്തെ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ആൾക്കാരുണ്ട്. ഇവിടെയൊക്കെ എന്തൊക്കെയൊക്കെയോ വലിയ വലിയ ഐറ്റംസ് ഉണ്ടെന്ന് മനസ്സിലായി. അമ്മേ, ഏതോ വലിയ ഇതെന്തോ ഇത് ശവക്കല്ലറ എന്തോ ഉണ്ടോ എന്തിന്റെയോ?
ഞാൻ എന്തിനാണ് ഇങ്ങനെ തപ്പിപ്പിടിച്ച് ഇങ്ങോട്ടൊക്കെ തന്നെ വരുന്നത്? ക്രീപ്പർ ഓടാ. പൊട്ടരുത് പൊട്ടരുത് പൊട്ടരുത്, നീ പൊട്ടാൻ പാടില്ല, നീ പൊട്ടാൻ പാടില്ല. ഡയമണ്ടിന്റെ ആക്സ് ഉള്ള കാരണം കുഴപ്പമില്ല. നമുക്ക് നേരെ അങ്ങോട്ട് ഓടി നോക്കാം. ഇപ്പുറത്തൊക്കെ എന്തൊക്കെ സാധനങ്ങളുണ്ട് കേട്ടാ. നമുക്ക് ആദ്യം തന്നെ ചുറ്റും ഒന്ന് ഓടി ഓടി നോക്കാം. അത് അവിടെ നിങ്ങൾ നോക്കി സോംബിയുടെ ഒരു സദ്യ നടക്കുന്നു. ഒരുത്തം വന്നാൽ മതി. എനിക്കിപ്പൊ പഴയ പോലെ എല്ലാരും കൂടെ തല്ലാൻ മേല. അതാ അമ്മേ, ഉമ്മാര് എവിടെ നിന്ന് വരുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അയനാകും. ആരാ? എന്താ? എനിക്കറിഞ്ഞൂടാ, ഞാനല്ല. ഇപ്പൊ ഞാൻ എടാ ഇതിനകത്ത് ഞാൻ ഒരു പ്രാവശ്യം ചത്ത് കഴിഞ്ഞാൽ പിന്നെ തീർന്ന കേട്ടാ കളി കഴിഞ്ഞല്ല. ഐ മീൻ ഞാൻ ഈ നിങ്ങളുടെ കീറണേ. അയ്യോ എനിക്ക് എന്തൊക്കെയൊക്കെ പറ്റുന്നേ. ഇവന്മാരെ ഇവിടെ മുകളിലേക്ക് ഇതുണ്ടല്ലേ. ഇവന്മാരെ മുകളിൽ കാണും കേട്ടോ. അതാണ് ഇത് മറ്റേ സ്റ്റാച്ചു ഒക്കെ. കമ്പുരാന് ഇതൊക്കെ എന്തൊക്കെ ഇവിടെ ഒക്കെ. ഓക്കെ, അടുത്തടുത്ത് പോയി നോക്കാം. എങ്ങോട്ടാ കേറി പോലെ? ഇങ്ങോട്ട് വാ. ഇവിടെ നല്ല ഇച്ചിരി ഇറങ്ങിയത്. എടാ ഇത് എന്തൊരു, എനിക്ക് ഒച്ച ഭയങ്കര അനോയിങ്. ആരാ എവിടെ ഉള്ളത്? പക്ഷെ ആരെല്ലാം പെട്ടപ്പാ. അവിടെ എന്തോ ഉണ്ട് കേട്ടോ. അവിടെ ഞാൻ സാധനം ഉണ്ട് കേട്ടോ. പിന്നെ അകത്ത് ആരെല്ലാം ഉണ്ടോന്ന് എനിക്കറിയാം. പുറകിലാ വൃത്തിയുടെ തന്നെ. ഇവിടേക്ക് ഒന്നട തന്നെ 3 അടിക്ക് ഞാൻ ചത്ത. നന്നായി ഇത്ര സാധനമൊക്കെ വെച്ചോണ്ടിരുന്നത്. ഞാൻ ഇനിയിപ്പോ അകത്ത് സാധനം തിരിച്ചു തരാൻ പോണു കേട്ടോ. അതിനകത്ത് എന്തൊക്കെ ഉണ്ടായാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ തിരിച്ചു തരാൻ പോണു. ഒരു പണിയാ. ഓക്കെ, ആ ബെഡും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ ഒരു റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാം. അതാകുമ്പം ഇത്ര ഓടേണ്ടി വരത്തില്ല. ഞാൻ കുറച്ച് ചങ്കൊന്ന് കുറച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കക്കലുണ്ട്. ഇതും കൂടെ പൊടിച്ചെടുക്കാം. ഇത് മാത്രം തന്നെ ഇവിടെ വെച്ചിരിക്കുന്നത്. റാഫ്റ്റ് അവിടെയാണല്ലോ എന്റെ. റാഫ്റ്റിന്റെ അപ്പുറത്ത് തന്നെ നമ്മുടെ സ്പോൺ പോയിന്റ് വെക്കണ്ട. കാരണം ഈ സൈഡിൽ തന്നെ വെക്കാം. ഇവിടെ തന്നെ വച്ചേക്കാം. അല്ലെങ്കിൽ ഇതാകുമ്പം ചത്ത് കഴിഞ്ഞ് ഇവിടെ തന്നെ വരുമല്ലോ. ഒന്ന് കിടന്നുറങ്ങി റീസ്പോൺ പോയിന്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് നമുക്ക് പോയി അടിക്കാം. ഓക്കെ വാടാ. എന്റെ കയ്യിലൊന്നുമില്ല, പക്ഷെ ഞാൻ വന്ന് അമ്മമാരെ അടിക്കും, അത് ഉറപ്പാണ്. അവന്മാരുടെയൊക്കെ മാൻഷൻ അഹങ്കാരികള്. ബാക്കിയുള്ളവന്മാര് കഷ്ടപ്പെട്ട് തപ്പിപ്പിടിച്ച് വരുമ്പോ കൊല്ലാൻ നോക്കുന്നടാ പാട്ടി. അവന്റെയൊക്കെ മാൻഷന് ഞാൻ തകർക്കുമല്ലോ, ബോംബിട്ട് തകർക്കും. ഓടാ, കൊറേ ഒന്നൊരു കാര്യമില്ല മോനെ, ചാവാനുള്ളവരാ. ആഹാ എന്താ? ആഹാ എന്താ ആഹാന്ന്? അയ്യോ പെട്ടു. വേറെ നീ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വളർത്തരണേ പാട്ടി. വന്നു. വടാ വടാ വടാ. എന്നേക്കാൾ കുറച്ചോളം കൂടുതലുണ്ടാകാൻ ഞാൻ മുടിഞ്ഞു ഓടാ നീയൊക്കെ. എന്തൊരു അവസ്ഥയാണ് എന്റെ. ഞാൻ എവിടെയൊക്കെ പോയാ എവിടെയൊക്കെയാണ് തല്ലുകൊണ്ടിയാവുന്നത്. ഇവരൊക്കെ എവിടുന്ന് വരുന്നു ഇവനൊക്കെ? ഞാൻ കൊണ്ടുപോയ സാധനം ഞാൻ തിരിച്ചെടുത്തോണ്ട് വരും. നോക്കണം, പൊടിച്ച് ഓടുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് ഇവിടെ തന്നെയാണല്ലേ. ഓക്കെ, കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞ കുറെ ഉണ്ടല്ലേ ഇത്. ഏതാ സ്ഥലം? ഇത്രയും പോകണ്ടായിരുന്നു. ഛേ, നമ്മൾ പെർഫെക്റ്റ് വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ കൊണ്ടുപോയ സാധനം തിരിച്ചെടുത്തിരിക്കും.
എടാ എടാ എന്തൊരു അവസ്ഥ നോക്കി, രണ്ടെണ്ണം അവിടെ ഒളിച്ചിരിക്കുന്നടാ പട്ടികള്. അതാ ഞാൻ തുള ഉണ്ടാക്കിയിരിക്കുന്ന നേരെ മുകളിലായിട്ട് സൈഡിലായിട്ട് വല്ലതും വെക്കാം. തുള എവിടെ ഉണ്ടാക്കിയിരിക്കുന്ന? ഓ ഇവിടെയാണ് തുള. ഓക്കെ കുഴപ്പമില്ല, മുകളോട്ട് കയറിയാൽ മതി നമുക്ക്. പെർഫെക്റ്റ് സ്ഥലം. എന്തുവാ വന്നിരിക്കും മോനെ, ഇങ്ങോട്ട് വിളിക്കുമ്പോ അമ്മ കിട്ടി. പടാ വേണ്ട ധൈര്യമാണ്, ഇങ്ങോട്ട് വാ വന്നിട്ടേ. ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരികയാണ് വേണ്ട. എന്നിട്ട് ഇവൻ ചാവത്തില്ലേ? ചത്തു, ഞാൻ ചത്തു, കുഴപ്പമില്ല. പോടാ പോടാ പോയി തരത്തിലത്തോടെ കളിക്കടാ, വാടാ. അത് പോയില്ലേ? ഡീസ്പോണായി മുടിയാനായിട്ട് ഡീസ്പോണായി. എന്താ എന്റെ സാധനം ഞാൻ എടുത്തോണ്ട് വന്നാൽ എടുത്തോണ്ട് വെക്കോളൂ, മനസ്സിലായില്ലേ? എന്താ കിട്ടി? എന്റെ ഒരു ആക്സ് കാണാണ്ട്, എന്റെ സോഡ് കാണാണ്ട്, ആർക്കും ഡീസ്പോൺ ആയെന്ന് തോന്നുന്നില്ല. ഇവരൊക്കെ ചാടി പട്ടി മാങ്ങാ തൊലി വരുന്ന പറഞ്ഞു. എടാ നാറി, എടാ നാറി, നിന്നെ ഞാൻ കൊല്ലണം, ഉറപ്പാണ്. നിന്നെ ഞാൻ കൊല്ലും, നിന്നെ ഞാനേ കൊല്ലുള്ളൂ. വാ 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 ഒരു മിനിറ്റ്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടാടാ ഇങ്ങോട്ടാടാ. ഒരു മിനിറ്റ്. എന്തൊക്കെയാ? ഒന്നുമില്ല, നീ ഒന്നും ചെയ്യാൻ പോകില്ല എന്നെ. പിന്നെ നിന്റെ കുടുംബക്കാരെ മൊത്തം കൊന്നാനാ ഞാൻ. എന്നിട്ട് എന്ത് ചെയ്യുവാ? വാ വാടാ. ഓഫ് മൈ എന്നിട്ട് ഇതുപോലെ നീ ഓടി വരത്തില്ല. എടാ നിന്നെ അല്ല, നിന്റെ കുടുംബക്കാരെ മൊത്തം വിറ്റ കാശിട്ടുണ്ട്. അങ്ങോട്ട് പോയി അവിടെ പെടണ്ട. അവരെ അകത്ത് സാധനങ്ങളെല്ലാം ഉണ്ട്, എടുക്കാം. ഒന്ന് റീസ്പോൺ സെറ്റ് ചെയ്യട്ടോ. ഒരു ഡയമണ്ട് ആക്സ് ഒക്കെ ഉണ്ട്. ആ ഡയമണ്ട് ആക്സും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ഇറങ്ങി. ഞാനിപ്പോ രണ്ടെണ്ണത്തിനകത്തുള്ളവന്മാർ രണ്ടിനെ ഇറക്കി കഴിഞ്ഞാൽ അകത്താരില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. കംപ്ലീറ്റ് സാധനം എടുക്കും, പോവും. ഇത്ര ഉള്ളു നീയാക്കാം, മനസ്സിലായില്ലേ? പൊളിച്ചെടുക്കാൻ പോവാം. നമ്മൾ വന്ന പരിപാടി ഞാൻ ചെയ്തു. വന്നത് ഇതിനല്ല, പക്ഷേ ഇത് ചെയ്യുമെന്നും പറഞ്ഞ് നമ്മൾ ഇതെന്ത് ചെയ്തു? വെക്സ് ആർമർ ട്രിം. അതെന്ത് സംഭവം? ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇറങ്ങിയാറൊന്നും മനസ്സിലാകുന്നില്ല, എന്തോ ഐറ്റം ഒന്നും പോലും മനസ്സിലാകുന്നില്ല. നമുക്കിനിപ്പോൾ പയ്യെ നമ്മുടെ വീഡിയോ അങ്ങോട്ട് നിർത്താം. എനിക്കിനിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കും. സോ ഗൈസ്, അത്രയുള്ള എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മളിന്ന് വന്നതിന് പരിപാടി ഞാൻ ശരിക്കും പറഞ്ഞ് ചുമ്മാ ഒന്ന് എക്സ്പ്ലോറിങ്ങിന് വേണ്ടി വന്നതാണ്. പക്ഷെ ഇതാണ് അതിൻ്റെ അവസ്ഥ. അപ്പം ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ കളിക്കുന്നില്ല, ശരിക്കും അല്ലേലേ പനിയൊക്കെ ഇട്ടിരിക്കുകയാണ് ഞാൻ. സോ ഇപ്പോൾ ഇത് ഗെയിം സൈൻ ഔട്ട്. പ്ലീസ് സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. എന്റെ സാധനം ഞാൻ എടുത്തോണ്ട് വന്നാൽ എടുത്തോണ്ട് വെക്കുള്ളൂ, മനസ്സിലായില്ലേ? എന്താ കിട്ടി? എന്റെ ഒരു ആക്സ് കാണാണ്ട്, എന്റെ സോഡ് കാണാണ്ട്, ആർക്കും ഡീസ്പോൺ ആയെന്ന് തോന്നുന്നില്ല.
ഇവരൊക്കെ ചാടി പട്ടി. മാങ്ങാ തൊലി ഇതേ വരുന്ന പറഞ്ഞു. എടാ നാറി, എടാ നാറി, നിന്നെ ഞാൻ കൊല്ലണം, ഉറപ്പാണ്. നിന്നെ ഞാൻ കൊല്ലും, നിന്നെ ഞാനേ കൊല്ലുള്ളൂ. വാ 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 വാ. ഒരു മിനിറ്റ്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടാടാ പട്ടി, ഇങ്ങോട്ടാടാ. ഒരു മിനിറ്റ്. എന്തൊക്കെയാ? ഒന്നുമില്ല, നീ ഒന്നും ചെയ്യാൻ പോകണ തന്നെ. പിന്നെ നിന്റെ കുടുംബക്കാരെ മൊത്തം കൊന്നാനെ ഞാൻ. എന്നിട്ട് എന്ത് ചെയ്യുവാ? വാ വാടാ. ഓഫ് മൈ. എന്നിട്ട് ഇതുപോലെ നീ ഓടി വരത്തില്ല. എടാ നിന്നെ അല്ല, നിന്റെ കുടുംബക്കാരെ മൊത്തം വിറ്റ വാശിട്ടുണ്ട്. അങ്ങോട്ട് പോയി ഒന്നും പെടണ്ട. അവരെ അകത്ത് സാധനങ്ങളെല്ലാം ഉണ്ട്, എടുക്കാം. ഒന്ന് റീസ്പോൺ സെറ്റ് ചെയ്യട്ടെ. ഒരു ഡയമണ്ട് ആക്സ് ഒക്കെ ഉണ്ട്. ആ ഡയമണ്ട് ആക്സും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ഇറങ്ങിയാനിപ്പം. രണ്ടെണ്ണത്തിനകത്തുള്ള അമ്മ രണ്ടിനെ ഇറക്കി കഴിഞ്ഞാൽ അകത്താരില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. കംപ്ലീറ്റ് സാധനം എടുക്കും, പോവും. ഇത്ര ഉള്ളു നീ ആക്കാം, മനസ്സിലായില്ലേ? പഠിച്ചെടുക്കാൻ പോവാം. നമ്മൾ വന്ന പരിപാടി ഞാൻ ചെയ്തു. വന്നത് ഇതിനല്ല, പക്ഷേ ഇത് ചെയ്യുമെന്നും പറഞ്ഞ് നമ്മൾ ഇതെന്ത് ചെയ്തു? വെക്സ് ആർമർ ട്രിം. അതെന്ത് സംഭവം? ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇറങ്ങിയാറൊന്നും മനസ്സിലാകുന്നില്ല. എന്തോ ഐറ്റം ഒന്നും പോലും മനസ്സിലാകുന്നില്ല. നമുക്കിനിയിപ്പോൾ പയ്യെ നമ്മുടെ വീഡിയോ കൊണ്ട് നിർത്താം. എനിക്കിനിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കും. സോ ഗൈസ്, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരും കൂടെ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മളിന്ന് വന്നതിന് പരിപാടി ഞാൻ ശരിക്കും പറഞ്ഞ് ചുമ്മാ ഒന്ന് എക്സ്പ്ലോറിങ്ങിന് വേണ്ടി വന്നതാണ്. പക്ഷെ ഇതാണ് അതിൻ്റെ അവസ്ഥ. അപ്പം ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ കളിക്കുന്നില്ല, എനിക്ക് അല്ലേലേ പനിയൊക്കെ ഇട്ടിരിക്കുകയാണ് ഞാൻ. സോ ഇപ്പോൾ ഇത് ഗെയിം സൈൻ ഔട്ട്. പ്ലീസ് സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.